ഹലോ ഗൈസ്, മേക്ക് 7 ഹെൽത്ത് ക്ലബ്ബ് ഇന്ന് മഞ്ചേരിയിൽ ഉദ്ഘാടനം കഴിഞ്ഞു. ആയിരങ്ങൾ പങ്കെടുത്തു. അവിടേക്ക് വന്ന ആൾക്കാരെ വണ്ടികളാട്ടതൊക്കെ കണ്ടമാനം ആൾ പങ്കെടുത്തിട്ടുണ്ട്. ലേഡീസും ജെൻസൊക്കെ ഉണ്ട് കേട്ടോ. മഞ്ചേരി ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഉദ്ഘാടനം കഴിഞ്ഞത്. അവിടെയാണ് ഈ പരിപാടി പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ 6:15 ഉദ്ഘാടനം. ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുത്തിട്ടോ. നല്ല പരിപാടി. ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ എല്ലാവരും ഇതിൽ പങ്കെടുക്കും. ഇതിന് ഫീസൊന്നുമില്ല കേട്ടോ, ഫ്രീ ആണ്. ഓരോ എക്സസൈസ് ചെയ്യുന്നതിൻ്റെയും ഗുണങ്ങൾ ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഓരോ എക്സസൈസിൻ്റെ ആ ഗുണങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ഡെമോ ആയിട്ട് നമ്മൾക്ക് കാണിച്ചു തരും കേട്ടോ ആദ്യം. എന്നിട്ട് നമ്മൾ ചെയ്താൽ മതി എക്സസൈസ്. രാവിലെ 6:15 സ്റ്റാർട്ട് ചെയ്തത്. ഓരോ എക്സസൈസിൻ്റെയും ഗുണങ്ങൾ ഇതിൽ പറഞ്ഞു തരുന്നുണ്ട്. സ്ത്രീകളുണ്ട്, ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട് കേട്ടോ. ഓരോ എക്സസൈസ് ചെയ്യുമ്പോഴും അതിൻ്റെയൊക്കെ ഗുണങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ശരീരത്തിന്റെ ഭാരം കുറയുന്നതിന്, മെറ്റബോളിസം വർദ്ധിക്കാനും, അതേപോലെ തന്നെ സർക്കുലേഷൻ കൂട്ടാനും മസിലുകൾ ശക്തിപ്പെടാനും സഹായിക്കുന്ന അതിപ്രധാനമായ എക്സസൈസ് ആണ്. നിങ്ങളുടെ ശരീരത്തിലെ കൊഴുപ്പ് അലിയിച്ച് കളയാൻ ഈ വ്യായാമം സഹായിക്കുന്നുണ്ട്. ശരീരത്തിലേക്ക് നന്നായി ഓക്സിജന്റെ പ്രവാഹം മൊത്തത്തിൽ നമ്മുടെ ശരീരത്തെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന അതിപ്രധാനമായ എക്സസൈസ് ആണ്. നിങ്ങളുടെ ശരീരത്തിന്റെ മെറ്റബോളിസം വർദ്ധിക്കാനും കൊഴുപ്പ് അലിഞ്ഞു പോകാനും ശരീരത്തിൽ മൊത്തം മസിലുകൾ ശക്തിപ്പെടുത്താനും സഹായിക്കും. നിങ്ങൾക്കൊരു 30 സെക്കൻഡ് റിലാക്സേഷൻ ആണ്. ഒരു ബ്രീത്തിങ് കറക്റ്റ് ചെയ്യുക. നന്നായിട്ട് ശ്വാസം എടുത്ത് വിടുക. നിങ്ങളുടെ ശരീരത്തെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന, ഉത്തേജിപ്പിക്കുന്ന, ഊർജ്ജ പ്രവാഹം നൽകുന്ന എക്സസൈസ് ആണ് ജമ്പിംഗ് ജാക്സ്. കാർഡിയാക് ബെനിഫിറ്റ് ഉണ്ട്. ആംഗിൾ മാത്രം ചെയ്യാമോ? കാലിന്റെ പാദങ്ങളും കാൽമുട്ടുകളും രണ്ട് മുട്ടി നിൽക്കണം. നമ്മുടെ കാലിന് 180 ഡിഗ്രിയിൽ മാത്രമാണ് സ്പീഡിൽ ചെയ്യുന്നത്. ചുറ്റിലുണ്ടാകുന്ന മുറുക്കവും ടൈറ്റ്നസ് മാറുന്നതിന് സിനോയിൽ ഫ്ലൂയിഡിന്റെ, അതായത് ശ്ലേഷ്മ ദ്രവം നമ്മുടെ കാലിലേക്ക് വ്യാപിക്കുന്നതിനും, അതോടൊപ്പം തന്നെ നമ്മുടെ മുട്ടിലുണ്ടാകുന്ന വേദനയും പ്രശ്നങ്ങളും മാറുന്നതിന് സഹായിക്കുന്ന വ്യായാമമാണ്. നമ്മൾ വളരെ 180 ഡിഗ്രി മാത്രമേ നാം പൂർണ്ണമായി
ഒക്കെ മാറുന്നത്. അതോടൊപ്പം തന്നെ അരക്കകളെ ശക്തിപ്പെടുത്തുകയും നമ്മുടെ ശരീരത്തിന് ഫലം നൽകുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട വ്യായാമമാണ്. ശ്രദ്ധിച്ചാണ് സ്പഞ്ച് പോലുള്ള ശ്രദ്ധിച്ചാണ് വ്യായാമം ചെയ്യേണ്ടത്. ഡോക്ടറുടെ നിർദ്ദേശമോ അവരുടെ ആരോഗ്യസ്ഥിതി പരിഗണിച്ചോ ചെയ്യുക. ഹൈഡ്രോഡേഷൻ, കണ്ണുകൾ അടച്ച് സാവധാനം തല ക്യാപ്റ്റന്റെ സിഗ്നലിനനുസരിച്ച് സൈഡിലേക്ക് കറക്കിയെടുക്കുക. വളരെ സാവധാനത്തിലാണ് ചെയ്യേണ്ടത്. ആരെങ്കിലും ബാലൻസിങ് പ്രശ്നം ഉണ്ടെങ്കിൽ കാലിന്റെ വിരലുകൾ തന്നെ ഇളക്കി കൊടുക്കുക. കണ്ണ് തുറന്നും ചെയ്യാവുന്നതാണ്. കണ്ണുകൾ അടച്ച് തല സൈഡിലേക്ക് കറക്കിയെടുക്കുക. തൈറോയിഡ് പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ കഴുത്തിനുണ്ടാകുന്ന വേദന, ചലന പ്രോബ്ലംസ് പരിഹരിക്കുന്നതിന് ഓറൽ വെർട്ടിഗോ പോലെ തലമിന്നൽ, തലവേദന, അതേപോലെ തന്നെ മൈഗ്രെയിൻ പരിഹരിക്കുന്നതിന് വളരെ ഫലം കണ്ടിട്ടുള്ള ഒരു എക്സസൈസ് ആണ് ഹെഡ് റൊട്ടേഷൻ. ബാലൻസിങ് പ്രശ്നങ്ങളുള്ളവർക്ക് നല്ലൊരു പരിഹാരമായി ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എക്സസൈസ് ആണ്. തൈറോയിഡ് പ്രശ്നങ്ങൾ മാറിയിട്ടുള്ള കുറെ ഫീഡ്ബാക്കുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഉത്തമമായ ഗുണങ്ങൾ മനസ്സിലാക്കി അപ്പോഴാണ് പൂർണ്ണമായും തല ഉയർത്തി താഴ്ത്തുക. കഴുത്തിന് ശരിയായ വ്യായാമം കിട്ടുന്ന രീതിയിൽ എല്ലാ ഭാഗത്തേക്കും ചലനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ സാർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സാവധാനത്തിൽ കറക്കിയെടുക്കുക. തല നിങ്ങൾക്ക് കഴിയുന്നത്ര സൈഡിലേക്ക് ചെയ്യുക. നമ്മുടെ കഴുത്തിന്റെ സൈഡ് മസിലുകൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ തല ചെരിയുമ്പോൾ മസിലുകൾ നന്നായി വലിഞ്ഞിരിക്കുന്നുണ്ട് നിങ്ങൾ ഉറപ്പുവരുത്തുക. പൂർണ്ണമായ ഫ്ലെക്സിബിലിറ്റി നിങ്ങളുടെ കഴുത്തിന് ലഭിക്കാൻ അങ്ങനെ ചെയ്യുമ്പോൾ സഹായകരമാവും. കണക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും കഴുത്തിനുണ്ടാകുന്ന വേദനകളും വളരെ സഹായിക്കുന്ന പ്രധാനമായ എക്സസൈസാണ്. ഞപ്പുണ്ടാവും. തലകൾ മുകളിലേക്ക് ഉയർത്തി പതിയെ താഴ്ത്തുക. മാക്സിമം നിങ്ങൾക്ക് പറ്റുന്നത്ര ഉയർത്തി താഴ്ത്തുക. വളരെ സാവധാനം ചെയ്യുക. കണ്ണടച്ച് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കാം. നമ്മുടെ കൈകള് പൂർണ്ണമായും ശ്വാസമെടുത്ത് സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്തെടുക്കുന്ന എക്സസൈസ് ആണ്. നമ്മുടെ നാലുകൾക്ക് സൈഡിലുള്ള മസിലുകൾ പൂർണ്ണമായും സ്ട്രെച്ച് ചെയ്തെടുക്കുന്നതിനും തോളുകളെ വലിക്കുന്നതിനും ഒക്കെ സഹായിക്കുന്ന ബ്രീത്തിങ് ചെയ്ത് എല്ലാ ശ്വസനവും വ്യായാമത്തിന്റെ ഗുണങ്ങളും ലഭിക്കുന്ന എക്സസൈസ് ആണ്. രണ്ട് സൈഡിൽ നിങ്ങളതിന്റെ പൊസിഷൻ ശ്രദ്ധിക്കുക. സൈഡിലേക്ക് വന്ന് നമ്മുടെ കാലിന്റെ പിൻഭാഗം കാണുന്ന രീതിയിലേക്ക് ബോഡി ബെൻഡ് ചെയ്തെടുത്ത് അതേ പൊസിഷനിൽ കൈ ഡൗൺ ചെയ്ത് സ്ട്രൈറ്റ് ചെയ്തെടുക്കുകയാണ് ഇപ്പൊ അദ്ദേഹം ചെയ്യുന്നത്. നിങ്ങൾ അത് ശ്രദ്ധിച്ച് ചെയ്യുക. റെഡി? നമ്മുടെ ശരീരത്തിലേക്ക് ഓക്സിജൻ നന്നായി എന്റെ കൂടെ ചെയ്യണേ. എന്റെ കൂടെ നോക്കുക. എന്റെ കൂടെ സിഗ്നൽ അനുസരിച്ച് മാത്രം ചെയ്യും. അപ്പൊ എന്റെ കൂടെ തന്നെ കേട്ടോ. വളരെ സാവധാനത്തിൽ ബ്രീത്തിങ് എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ ശരീരത്തിലേക്ക് നന്നായി ഓക്സിജൻ പ്രവഹിക്കുകയും ബ്ലഡ് പ്യൂരിഫിക്കേഷൻ എളുപ്പമാവുകയും ശരീരത്തെ മൊത്തം ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നതാണ് എല്ലാ ശ്വസന വ്യായാമങ്ങളും. നമ്മുടെ ശരീരത്തിലെ മൃതകോശങ്ങളിലേക്ക് ഓക്സിജൻ അവ ശ്വസിക്കാൻ തുടങ്ങുകയും പ്രവർത്തനക്ഷമമാവുകയും ഹോർമോണുകളും ഇൻസുലിനുകളും പ്രൊഡ്യൂസ് ചെയ്യാൻ ആരംഭിക്കുകയും ശരീരത്തിന് ഒരു ഉന്മേഷം വരികയും കൂടുതൽ പ്രവർത്തനക്ഷമത കൈവരികയും ചെയ്യും. ഇങ്ങനെ
ഉള്ള എല്ലാ ബെനിഫിറ്റും ശരീരത്തെ ബോഡിയെ ബെൻഡ് ചെയ്യരുത്, സൈഡിലേക്ക് നോക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ശരീരം പൂർണ്ണമായി ബെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ആം ഫ്രഷിംഗ് ഒരു നമോ ക്യാപ്റ്റൻ ചെയ്യും. കൈകള് നന്നായി ബ്രീത്തിങ് ചെയ്ത് ഒരു വി പൊസിഷനിലാണ് കൈകൾ പിടിക്കേണ്ടത്. ആ സമയത്ത് കൈകളെ മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കാനും ശ്രദ്ധിക്കുക. പൂർണ്ണമായും ബ്രീത്ത് നമ്മൾ ഹോൾഡ് ചെയ്യാനും ശ്രദ്ധിക്കുക. ഇതാണ് പൊസിഷൻ. ആ പൊസിഷൻ അദ്ദേഹത്തിന്റെ സിഗ്നൽ അനുസരിച്ച് അദ്ദേഹം ചെയ്യുന്നതനുസരിച്ച് ഹോൾഡ് ചെയ്ത് നിങ്ങൾ ചെയ്യും. കൈകള് പൂർണ്ണമായും വീശേക്ക് ഉയർത്തി സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. നമ്മുടെ ഷോൾഡറുകളെ ശക്തിപ്പെടുത്തുന്നത് നമ്മുടെ ചെസ്റ്റ്, നെഞ്ഞ്, അതിന്റെ ശ്വാസകോശം ഇതിനെ പൂർണ്ണമായി ഉത്തേജിപ്പിക്കുക. നമ്മൾ 3 സെക്കൻഡാണ് ബ്രേക്ക് ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ നിൽക്കുക. ആ 3 സെക്കൻഡ് സമയത്ത് നമ്മുടെ ചെസ്റ്റിലേക്കും ലങ്സിലേക്കും ഓക്സിജൻ ഫ്ലോ ഉണ്ടാവുകയും ശ്വാസകോശ സംബന്ധമായ സംഭവങ്ങൾ നമ്മളെ സഹായിക്കുകയും ചെയ്യും. സിഗ്നൽ കിട്ടുമ്പോൾ മാത്രം ചെയ്താൽ മതി. ആദ്യം നിങ്ങൾക്ക് ഡെമോ കാണിച്ചു തരും. മാക്സിമം ഉയർത്തി പൂർണ്ണമായും സ്ട്രെച്ച് ചെയ്ത് നിങ്ങളുടെ ശരീരത്തിന്റെ ഭാരം കാലിന്റെ ടോയിലേക്ക് വന്ന് നിങ്ങളുടെ